പശ്ചിമ ആഫ്രിക്കയിലെ ഗാബൺ എന്ന രാജ്യം കേരളത്തിൻ്റെ 7 ഇരട്ടി വലുപ്പമുണ്ടെങ്കിലും 24 ലക്ഷം ജനങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇന്ത്യയുടെ 4 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. എങ്കിലും ഭൂരിഭാഗം ജനങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഫലം ലഭിച്ചിട്ടില്ല. അത്രയധികം അഴിമതി ഈ രാജ്യത്തിലുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത് കാമറൂണിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഗാബൺ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഫ്രാൻസ് ഭരിച്ചിരുന്ന ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 64 വർഷമായി. പെർ ക്യാപിറ്റ ഇൻകം വെച്ച് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലെ ഏറ്റവും ധനികമായ രാജ്യങ്ങളിൽപ്പെട്ടതാണ് ഗാബൺ. പക്ഷേ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും പ്രസിഡന്റും കുടുംബവും കൊള്ളയടിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു മെച്ചവും ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 55 വർഷമായി ഗാബൺ ഭരിച്ചിരുന്ന രാഷ്ട്രപതി ഒമർ ബോങ്കോയും അദ്ദേഹത്തിൻ്റെ മകൻ അലി ബോങ്കോയും കൂടി രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ ഭൂരിഭാഗവും കൈക്കലാക്കി. എല്ലാ പ്രൊജക്റ്റുകൾക്കും കമ്മീഷൻ വാങ്ങിച്ചിരുന്ന ഒരു സ്വഭാവം ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. പെട്രോളിയം നിക്ഷേപം കണ്ടെത്തിയതോടുകൂടി അമേരിക്കയും റഷ്യയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാനും ഈ രാജ്യത്തിന് സാധിച്ചു. ഐക്യരാഷ്ട്രസഭയോട് പോലും കൈക്കൂലി ചോദിക്കുന്ന ഒരു സ്വഭാവം ഈ രാജ്യം ഉണ്ടാക്കിയെടുത്തു. അനേക തവണ ആവശ്യപ്പെട്ടും വനനശീകരണം കുറയ്ക്കുവാൻ ഗാബൺ തയ്യാറാവാത്തതിനെ തുടർന്ന് മരങ്ങൾ വെട്ടുന്നത് കുറയ്ക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം തരാമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിക്കുകയും അതനുസരിച്ച് ലോകത്തിൽ ആദ്യമായി പ്രകൃതി സംരക്ഷണത്തിന് കൈക്കൂലി വാങ്ങിച്ച രാജ്യമായി ഗാബൺ അറിയപ്പെടുകയും ചെയ്തു. എങ്കിലും ഈ ദുർഭരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം അവസാനിക്കുകയുണ്ടായി. രാഷ്ട്രപതി അലി ബോങ്കോ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് പട്ടാളം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് രാജ്യത്തിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. എങ്കിലും ജനങ്ങൾ ഈ അധികാര കൈമാറ്റം ഇഷ്ടപ്പെടുകയും തലസ്ഥാന നഗരിയുടെ തെരുവീഥികളിൽ ആടിയും പാടിയും അത് ആഘോഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ പട്ടാള മേധാവി ഭരിക്കുന്നത് ഏറെക്കുറെ വ്യാപകമായ ജനപിന്തുണയോടുകൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ. രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ പകുതിയും പെട്രോളിയം വരുമാനത്തിൽ നിന്നാണ് വരുന്നത്. ഒരു ദിവസം 4 ലക്ഷത്തോളം ബാരൽ പെട്രോളിയം ഇവിടെ കുഴിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഗാബണിലെ മുഴുവൻ പെട്രോളിയം നിക്ഷേപവും തീർന്നു പോകുമെന്ന് കണക്കുകൾ കാണിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാനിംഗ് ഈ രാജ്യത്തിനില്ല. പെട്രോളിയം വിൽപ്പനയിൽ നിന്ന് ലഭിച്ച വരുമാനം രാജ്യത്തിന് കുറുകെ ഒരു വലിയ റെയിൽവേ പ്രൊജക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ദൂർത്തടിച്ചതും വമ്പിച്ച സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കി. 670 കിലോമീറ്റർ ദൂരമുള്ള ഈ റെയിൽവേ ട്രാക്ക് ട്രാൻസ് ഗാബൺ റെയിൽവേ എന്നറിയപ്പെടുന്നു. തലസ്ഥാന നഗരിയായ ലൈബർവില്ലയെ കിഴക്ക് ഭാഗത്തുള്ള ഫ്രാൻസ്വില്ലെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഈ റെയിൽവേ ലൈനിന്റെ പണി അനേക വർഷങ്ങളെടുക്കുകയും രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ചോർത്തിക്കളയുകയും ചെയ്തു. എങ്കിലും സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചതുകൊണ്ട് കാര്യക്ഷമമായി ഈ ജോലി നടന്നു പോകുന്നുണ്ട്. ധാരാളം മാംഗനീസ് നിക്ഷേപവും ഉരുക്ക് നിക്ഷേപവും ഈ രാജ്യത്തിലുണ്ട്. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ പട്ടണങ്ങളിൽ കിട്ടുന്ന ജോലി പ്രതീക്ഷിച്ചാണ് കുട്ടികളെ വളർത്തുന്നത്. പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലാണ് ഈ രാജ്യം. 75% ക്രിസ്ത്യാനികളും 12% മുസ്ലിങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. എല്ലാവരും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ ആകെയുള്ള 7 ലക്ഷം ജനങ്ങളിൽ 2 ലക്ഷം ആളുകളും ഫ്രഞ്ചുകാരാണ്. പ്രധാനപ്പെട്ട എല്ലാ ജോലികളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഫ്രഞ്ചുകാർ മേധാവിത്വം പുലർത്തുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഈ രാജ്യം വളരെ പിന്നോക്കമാണ്. സ്കൂളുകൾക്ക് വേണ്ടത്ര കെട്ടിടങ്ങൾ ഇല്ലാത്തതും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുവാൻ ഫണ്ട് ലഭ്യമല്ലാത്തതും വിദ്യാഭ്യാസ മേഖലയെ ദുർബലമാക്കിയിട്ടുണ്ട്. ക്ലാസ് മുറികളിൽ കുട്ടികളെ കുത്തി നിറക്കുന്നതും യോഗ്യതയില്ലാത്ത അധ്യാപകർ പഠിപ്പിക്കുന്നതും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഗാബൺ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ലൈബർവില്ലെ നഗരമാണ്. തുറമുഖ നഗരമായ ലൈബർവില്ലയിൽ 7 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നു. ചെറിയൊരെണ്ണം ടൂറിസ്റ്റുകൾ ഫ്രാൻസ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ലൈബർവില്ലെ കാണാൻ വരുന്നുണ്ട്. കൂടുതൽ ആളുകളും ബീച്ചിന്റെ സൗന്ദര്യം കാണുവാനും ഇവിടെയുള്ള കത്തീഡ്രലും ക്രിസ്ത്യൻ പള്ളികളും നാഷണൽ മ്യൂസിയവും പ്രസിഡൻഷ്യൽ പാലസും കാണുവാനാണ് വരുന്നത്. കാഴ്ചകൾ കാണുന്നതിനേക്കാൾ ലൈബർവില്ലയിലെ പ്രശാന്തസുന്ദരമായ ജീവിതശൈലി ഫ്രഞ്ചുകാരെ ആകർഷിക്കുന്നു. പാരീസിലെ തിക്കും തിരക്കുമില്ലാതെ വേഗത കുറഞ്ഞ ഒരു ജീവിതശൈലി ലൈബർവില്ലെ നഗരത്തിലുണ്ട്. ഇത്തരത്തിൽ സ്ലോ ലൈഫ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ലൈബർവില്ലെ നഗരത്തിൽ എത്തിച്ചേരുന്നു. തലസ്ഥാന നഗരിയിലെ ലൈഫ് ബൈ മൈന റെസ്റ്റോറൻറ്റ് പോളിഷ് ചെയ്ത മരത്തിൻ്റെ സീലിംഗും വാൾ പെയിൻറ്റിങ്സും വെളുത്ത ടേബിൾ കവേഴ്സുമുള്ള ഒരു ലക്ഷറി റെസ്റ്റോറൻ്റാണ്. അതുപോലെ ലെ ഷാലിമാർ റെസ്റ്റോറൻറ്റ് മനോഹരമായ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ബുഫേ ശൈലിയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. അതുപോലെ റോമ റെസ്റ്റോറൻറ്റ് മനോഹരമായ അലങ്കാര വിളക്കുകളും ദീപാലങ്കൃതമായ മേൽക്കൂരയുമുള്ള ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ്. അതുപോലെ ട്രോപ്പിക്കാന റെസ്റ്റോറൻറ്റ് ചുവപ്പും വെള്ളയും നിറമുള്ള അലങ്കാര കർട്ടനുകളും എയർ കണ്ടീഷനിങ്ങുമുള്ള ഒരു മികച്ച റെസ്റ്റോറൻ്റാണ്. ബീച്ചിലാണ് ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ചകളിൽ ഇവിടെ പ്രത്യേകമായൊരു ബുഫേ നടത്താറുണ്ട്.
ലൈബർവില്ലെ നഗരത്തിലെ അന്തർദേശീയ എയർപോർട്ട് യൂറോപ്പിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നു. എയർ ഫ്രാൻസിന് പുറമെ തുർക്കിയുടെ എയർലൈൻസും ഇവിടെ നിന്ന് പതിവായി സർവീസ് നടത്തുന്നുണ്ട്.